പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ തൊഴിൽ രഹിതരായ ഒരുപാട് യുവാക്കളും യുവതികളുമുണ്ട്. ആണുങ്ങൾക്ക് തന്നെ പുരുഷന്മാർക്ക് തന്നെ നിലവിൽ ജോലിയില്ലാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ സ്ത്രീകൾക്കിടയിൽ ഒരു ട്രെൻഡിങ് ആണ് സ്വന്തം കാലിൽ നിൽക്കുക, ജോലി നേടുക, പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, പഠിക്കുക, ജോലി നേടുക, സ്വന്തം കാലിൽ നിൽക്കുക. ഇതുവരെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ച ഒരു ഡയലോഗാണിത്. പല സ്ത്രീകളുടെയും വിചാരം, ഞാൻ കുറേ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ കൊത്തിക്കൊണ്ടു പോകും, വലിയ വലിയ കമ്പനികളിൽ കൊണ്ടുപോയി ഇരുത്തും, എനിക്ക് മാസം നല്ല 2-3-4 ലക്ഷം റുപ്യ ശമ്പളം ഉണ്ടാകും. ഈ രൂപത്തിലൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ കഴിവുകൾക്ക് തന്നെയാണ് മുൻതൂക്കമുള്ളത്. സർട്ടിഫിക്കറ്റുകൾ എല്ലാവരുടെ കയ്യിലും, ഇന്ന് ജീവിക്കുന്ന ഒട്ടുമിക്ക ചെറുപ്പക്കാരുടെ കയ്യിലും സർട്ടിഫിക്കറ്റുകൾ അട്ടിക്കണക്കിനുണ്ട്. ഒരു പ്രയോജനമില്ല. എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസവുമുണ്ട്. ഒരു 10-20 ആളുകൾ മാത്രം ആവശ്യമുള്ള ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ വരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ്. ഈ അടുത്ത് ഞാൻ ന്യൂസിൽ കണ്ടു. അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഒരു വിധത്തിൽ ട്രെൻഡിങ് വന്നതോടുകൂടി സ്ത്രീകൾക്കും ജോലി എന്ന് പറയുന്നത് എന്തോ വലിയ ഒരു സംഭവമായിട്ട് കരുതുന്നുണ്ട്. ആ ഒരു ട്രെൻഡിങ് ഏറ്റുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന് പുറത്തും ഒരുപാട് കമ്പനികൾ സ്ത്രീകളെ മാത്രം ജോലിക്കെടുക്കുന്ന ധാരാളം കമ്പനികളുണ്ട്. നിരന്തരമായ പീഡനങ്ങൾ, പല നിലക്കുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ സ്ത്രീകളെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാലുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്. അഥവാ കുറഞ്ഞ സാലറി കൊടുത്താൽ മതി, എന്തും പറയാം, എല്ലാം സഹിച്ച് കേട്ട് അവിടെ നിന്നോളും എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളെ മാത്രം ജോലിക്ക് വെക്കുന്നു. ഞാൻ ഈ അടുത്ത് എനിക്കുണ്ടായ ചെറിയൊരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു കടയിലേക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടി, ഷർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് ചെന്നപ്പോൾ, ഞാൻ കടയിലേക്ക് കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ കാഷ്യർ മുതലാളി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ സ്റ്റാഫായിട്ട് നിൽക്കുന്നുണ്ട്. ആ സ്ത്രീ അവിടെ വന്നു പോയ കസ്റ്റമർ വലിച്ചു വാരിയിട്ട വസ്ത്രങ്ങൾ ഇങ്ങനെ മടക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയിലാണ്. ഒറ്റ സ്റ്റാഫുള്ള ആ സ്ത്രീ മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് ഈ മുതലാളി ഓണറാണ്. ഞാൻ കയറി ചെന്നു, ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 10-20 സെക്കൻഡ് ഞാൻ നോക്കി നിന്നു. അപ്പോൾ ഈ മുതലാളി ആ സ്ത്രീയെ, സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. ആ പെണ്ണ് തലയും താത്തിയിട്ട് അതിങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടില്ല. ഞാൻ കയറി വന്നത് ആ സ്ത്രീ കണ്ടിട്ടില്ല. പിന്നെ മുതലാളി ചോദിച്ചു എന്നോട് എന്താ വേണ്ടത്. അപ്പോൾ അപ്പോഴാണ് ആ സ്ത്രീ എന്നെ ശ്രദ്ധിച്ചത്. മുതലാളി എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്നെ കണ്ടു. മുതലാളി പറഞ്ഞു, സ്ഥലം എന്താ വേണ്ട എടുത്ത് കൊടുക്കുകയെന്ന് പറഞ്ഞു. ഞാൻ സാധനങ്ങൾ വാങ്ങി തിരിച്ച് പൈസ കൊടുത്ത് തിരിച്ച് ഞാൻ ചെരുപ്പ് അവിടെ അയച്ചു വെച്ചിട്ടാണ് ഞാൻ കയറിയത്. ചെരുപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുതലാളിയുടെ വായിൽ നിന്ന് വന്ന തെറി, എന്നോടല്ല, ആ നിൽക്കുന്ന സ്റ്റാഫിനോട്, പെണ്ണ് സ്റ്റാഫിനോട് പറഞ്ഞ തെറി വിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മുതലാളിക്ക് അറിയാം ഞാനിത് കേൾക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ കേട്ടാലിറക്കുന്ന രൂപത്തിലുള്ള തെറിയാണ് ആ പെണ്ണിനോട് ആ മുതലാളി പറഞ്ഞത്. 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും ഞാൻ ആ കടയിലേക്ക് കയറി ചെന്നപ്പോഴും ആ സ്ത്രീ അവിടെ തന്നെ ജോലിക്കുണ്ട്. ഒരു ചെറിയ ഒരു തുണി ഷോപ്പാണ്, അവിടെ തന്നെ ഉണ്ട്. ഞാൻ ആലോചിച്ച് പോയി, ആ സ്ത്രീ എത്ര പ്രാവശ്യം ഇത് കേട്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഞാൻ സാധനം വാങ്ങി ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ഈ രൂപത്തിൽ സ്ത്രീകളെ തൊഴിൽ ചെയ്യുന്നിടത്ത് നല്ല പീഡനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് സ്ത്രീകൾക്ക് വീട്ടിനകത്താണ് പീഡനമെങ്കിൽ ഇനി വരാനുള്ള കാലം ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്നത് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിലായിരിക്കും. അത് ശാരീരിക പീഡനവും മാനസിക പീഡനവും എല്ലാം നന്നായിട്ട് വരും. സ്ത്രീ ഇതുവരെ വീടിനകത്തായിരുന്നുവെങ്കിൽ ഇനി അത് പുറത്തായിരിക്കും, പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിൽ. ഈ മുതലാളിമാർക്കൊരു പ്രശ്നമുണ്ട്. അഥവാ കച്ചവടം കുറഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ പക മുഴുവനും, ആ ഒരു ദേശം മുഴുവനും തീർക്കുന്നത് അവിടെ നിന്നുള്ള സ്റ്റാഫിനോടായിരിക്കും. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം നമ്മുടെ നാട്ടിലുള്ള മിക്ക മുതലാളിമാർക്കുണ്ട്. ഒരു ദിവസം കച്ചവടം കുറഞ്ഞാൽ അന്ന് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് നല്ലോണം കേൾക്കാൻ കഴിയും. അയാൾ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഇതൊരു സ്ത്രീകളാണെങ്കിൽ പറയുകയും വേണ്ട. മിക്ക സ്ത്രീകളും സഹിച്ച് നിവർത്തികേട് കൊണ്ട് നിൽക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ത്രീയൊക്കെ കണ്ടെത്തുന്നറിയാം, നിവർത്തികേട് കൊണ്ട് നിന്ന് പോകാണെന്നുള്ളത്. അത്രയും തെറി പറഞ്ഞിട്ട് ആ സ്ത്രീ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിവർത്തികേട് കൊണ്ട് മാത്രമാണ്. ഈ രൂപത്തിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോയാൽ സ്ത്രീകൾക്ക് വേണ്ടി ഈ തൊഴിൽ രംഗങ്ങളിൽ നേരിടുന്ന പീഡനങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുടുംബ കോടതി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സ്പെഷ്യൽ കോടതി അവർക്ക് വേണ്ടി മാത്രം വേണ്ടി വരും. കാരണം ആ രൂപത്തിൽ അത്രയേറെ പീഡനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ത്രീകളും പുറത്ത് പറയും. ഈ അടുത്ത് ഒരു കേസ് നമ്മളെല്ലാവരും കണ്ടു, ഞാൻ പേരൊന്നും പറയുന്നില്ല. ഈ രൂപത്തിൽ പല സ്ത്രീകളും പുറത്ത് പറയാൻ പേടിയാണ്, കാരണം ജോലി പോകും. അതുവരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഞങ്ങളിവിടെ പ്രവർത്തിക്കും, സൗകര്യമുണ്ടെന്ന് നിൽക്കുക, അല്ലാത്തവർക്ക് ജോലിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. ജോലി വിചാരിച്ച് പല സ്ത്രീകളും സഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാടെത്തിയിട്ടുണ്ട്. ഇത് വർദ്ധിച്ചു വരും. സ്ത്രീകൾ കേസ് പോകാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേസിനെങ്ങാനും പോയി കഴിഞ്ഞാൽ ഇത് പുറം ലോകം ഫുള്ള് ഫ്ലാഷാവും. പത്രക്കാർ, മീഡിയക്കാർ, പിന്നെ എല്ലാവരും ഈ കേസ് അറിയും. അത് നാണക്കേടാണെന്ന് വിചാരിച്ച് പല സ്ത്രീകളും ഇത് പുറത്ത് പറയാതെ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. പുരുഷന്മാരെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ വല്ലാതൊന്നും കേട്ട് നിൽക്കില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് അവർ എടുത്ത് മുഖത്തേക്ക് എറിഞ്ഞിട്ട് അവർ പോകും. ഇത് ശരിക്കും ബോധ്യമുള്ളവർ തന്നെയാണ് മിക്ക മുതലാളിമാർ. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ ജോലിക്ക് വെക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം. കുറഞ്ഞ പൈസ കൊടുത്താൽ മതി, എന്തും വിളിച്ച് പറയാം, ഒക്കെ കേട്ട് നിന്നോളും.
കാരണം ജോലി എന്ന് പറയുന്ന വലിയൊരു സംഭവമാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ശമ്പളം വളരെ തുച്ഛമായിരിക്കും, എന്നാലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ജോലി എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ബുദ്ധിമുട്ടുള്ള ജോലിയായിരിക്കും. ഇതൊക്കെ പീഡനം തന്നെയല്ലേ? ഇതൊക്കെ ഒരു നിലക്ക് നമ്മുടെ സ്ത്രീകളെ നേർക്ക് വരുന്ന പീഡനങ്ങൾ തന്നെയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള നിയമ നടപടി നമ്മുടെ സർക്കാർ കൈക്കൊള്ളണം. സ്ത്രീകൾക്ക് നേരെയുള്ള നടപടികൾ വീട്ടിനകത്ത് മാത്രമല്ല പുറത്ത് നടക്കുന്നുണ്ട് ധാരാളം പീഡനങ്ങൾ. ഇനി അത് കൂടി വരികയേ ഉള്ളൂ, ഒരിക്കലും കുറയൂല. ആ രൂപത്തിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ മാറ്റങ്ങൾ വരട്ടെ എന്ന് മാത്രം പറയാണ്.